കോൺഗ്രസ് വിട്ട് സിപിഐഎമ്മിന്റെ ഭാഗമായി മാറിയ പി സരിന് കെ ഡിസ്കിൽ നിയമനം നൽകിയതിനെ പരിഹസിച്ച് മുൻ നിലമ്പൂർ എംഎൽഎ പി.വി. അൻവർ രംഗത്ത് വന്നു. ഇന്ത്യ പാക് സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പി സരിനെ കെ ഡിസ്കിലെ വിജ്ഞാന കേരളം പരിപാടിയുടെ ഉപദേശകനാക്കിയെന്നാണ് പി.വി. അൻവറിന്റെ വിമർശനം. മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും ശ്രദ്ധ സംഘർഷത്തിലേക്ക് മാറിയപ്പോൾ സരിന് നിയമനം നൽകിയത് ഓണത്തിനിടയിലെ പുട്ടുകച്ചവടമാണെന്ന് പി.വി. അൻവർ പറയുന്നു. ഉപദേശകനെ തടഞ്ഞിട്ട് കേരളത്തിൽ നടക്കാൻ വയ്യാതായെന്നും പി.വി. അൻവർ പോസ്റ്റിൽ പറയുന്നു. പി.വി. അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം. രാജ്യവും ജനങ്ങളും മാധ്യമങ്ങളും പാകിസ്ഥാനുമായുള്ള സംഘർഷാവസ്ഥയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കെ പി സരിന് കെ ഡിസ്കിൽ നിയമനം. വിജ്ഞാന കേരളം പരിപാടിയുടെ ഉപദേശകനായാണ് നിയമം. 80,000 രൂപയാണ് മാസ ശമ്പളം. ഉപദേശകരെ തടഞ്ഞിട്ട് നടക്കാൻ വയ്യ കേരളത്തിൽ. കോൺഗ്രസിനോടിടഞ്ഞ് സിപിഐഎമ്മിലെത്തിയ സരിനെ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയിരുന്നു. പരാജയപ്പെട്ടെങ്കിലും പിന്നീട് പാർട്ടി വേദികളിൽ സജീവമായി സരൺ ഇപ്പോൾ രംഗത്തുണ്ട്. ഇതിന് പിന്നാലെയാണ് സരന് പുതിയ പദവി നൽകിയിരിക്കുന്നത്. കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അൻവറിനാകെ പുളിച്ചു തികട്ടലാണ്. ഇടതുപക്ഷത്തു നിന്ന് പിണറായിയോടുള്ള നീരസം കാരണം വലത്തേക്ക് ചാടുകയും ചെയ്തു. എന്നാലൊട്ട് വലത്ത് എത്തിയതുമില്ല. എന്നാൽ കരണം കുത്തി വീണ ആകെ പൊട്ടലും പരിക്കും പറ്റിയിട്ടുമുണ്ട്. ഇതേ സമയത്ത് വലത്തു നിന്ന് ഇടത്തേക്ക് മാറിയ സരിന് ഇടതുപക്ഷത്ത് കിട്ടുന്ന സ്വീകരണം കണ്ട് അൻവറിനാകെ അരിശം കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സ്വയം പല്ല് കടിച്ച് പൊട്ടിച്ചിട്ട് കാര്യമില്ല എന്ന് പറയാം. സരിന് അതിനു വേണ്ട യോഗ്യത കൂടി ഉണ്ട് എന്ന് ഓർക്കണം. അൻവറിനെ പോലെ തോന്നുമ്പോൾ വാക്കു മാറ്റി പറയുകയും എന്താണ് പറയുന്നതെന്ന് അറിയാൻ വയ്യാതിരിക്കുകയും ചെയ്യുന്ന ആളല്ല സരിൻ. ബുദ്ധിയും ബോധവും വിദ്യാഭ്യാസവും നല്ല ഉയർന്ന ഉദ്യോഗത്തിലിരുന്ന ആളും കൂടിയാണെന്ന് ഓർക്കണം. അങ്ങനെ വല്ലതുമാണോ അൻവർ? ഇടതുപക്ഷത്ത് നിന്ന് മടുത്ത് എങ്ങനെ എടുത്ത് പുറത്തു കളയുമെന്ന് കരുതിയിരുന്ന ഒരു പാഴ്ചെടി കോൺഗ്രസിന്റെ അടുക്കളപ്പുറത്ത് കിടന്ന് മുളയ്ക്കാൻ തുടങ്ങിയപ്പോൾ അവരും പിഴുതെടുത്ത് കളയണോ വേണ്ടേ എന്ന് ഇപ്പോഴും ആലോചിക്കുന്നു. മലപ്പുറം കത്തി, അമ്പും വില്ലും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കോൺഗ്രസ് അനുഭാവിയാകാൻ പോയത്. എന്നെ ഇപ്പോൾ കോൺഗ്രസിലേക്ക് എടുക്കുമെന്നും പറഞ്ഞു ചെന്നിട്ട് അവിടെയുണ്ട് പ്രതീക്ഷിച്ച വില കിട്ടിയതുമില്ല. അസോസിയേറ്റ് പാർട്ടി എന്ന അവസ്ഥയിലേക്ക് അൻവറിനെ ഒതുക്കുകയും ചെയ്യും. എന്നാൽ കുറച്ച് വീരവാദമൊക്കെ പറഞ്ഞ് വലിയ ആളാകാമെന്ന് കരുതിയപ്പോൾ അൻവർ അവിടെ അടങ്ങിയിരുന്നാൽ മതി എന്ന് കോൺഗ്രസുകാരും മുസ്ലിം ലീഗും ഒന്നടങ്കം പറഞ്ഞതോടുകൂടി അൻവറിന് കൂട്ടുവീണു. എങ്കിൽ പിന്നെ ഒരു മൂലയ്ക്കിരുന്നൊരൽപ്പം കൊതിയും പരദൂഷണവും ഒക്കെ പറഞ്ഞ് പരത്താമെന്നായി. മറ്റുള്ളവർ നന്നാകുന്നത് കാണുമ്പോൾ കണ്ണു കടിച്ചിട്ട് കാര്യമില്ല. എങ്കിൽ പിന്നെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് അങ്ങ് കാച്ചാം. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധവും സരിന്റെ നിയമനവും തമ്മിൽ എന്താണ് ബന്ധമെന്ന് അൻവറിന് പോലും അറിയില്ല എങ്കിലും ഇങ്ങനെ ഒരല്പം പുട്ടിന് പീരയിട്ടാൽ കത്തിപ്പിടിക്കുമെങ്കിൽ അതങ്ങ് പിടിക്കട്ടെ എന്ന്. ഈ ബുദ്ധിയൊക്കെ കോൺഗ്രസിൽ കയറിപ്പറ്റുന്ന കാര്യത്തിൽ കാണിച്ചിരുന്നെങ്കിൽ അൻവറിന് ഒരു കസേരയെങ്കിലും കിട്ടിയേനെ. ഇതിപ്പോൾ പൂമുഖത്ത് നിന്ന് ഇറങ്ങിപ്പോയിട്ട് പിന്നാമ്പുറത്ത് തൊടിയിൽ വെറും നിലത്ത് തോർത്തു വിരിച്ചിരിക്കേണ്ട അവസ്ഥയിലായി അൻവർ. ഗതികേടിന് മറ്റുള്ളവരെ പഠിച്ചിട്ട് കാര്യമില്ല അൻവറെ.